എട്ടാം ശമ്പള കമ്മീഷൻ പൂർണ്ണമായി നടപ്പിലാക്കുന്നതിന് മുന്നോടിയായി കേന്ദ്ര ജീവനക്കാരുടെ ക്ഷാമബത്തയിൽ വർധനവിന് സാധ്യതയെന്ന റിപ്പോർട്ട് 3% വർധനവാകും ഇത്തവണ ഉണ്ടാവുക. മുൻകാല പ്രാബല്യത്തോടെയാകും ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ കുടിശ്ശികയായി നഷ്ടപ്പെട്ട തുക ലഭിക്കും. എട്ടാം ശമ്പള കമ്മീഷൻ പൂർണ്ണമായി നടപ്പിലാക്കുന്നതിന് മുന്നോടിയായി കേന്ദ്ര ജീവനക്കാരുടെ ക്ഷാമബത്തയിൽ വൻ വർധനവിന് സാധ്യതയെന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തുവരികയാണ്. 3% വർധനവാകും ഇത്തവണ ഉണ്ടാവുക. തൊഴിൽ മന്ത്രാലയം പുറത്തുവിട്ട 2026 ജൂൺ മാസത്തിലെ വ്യവസായ തൊഴിലാളികൾക്കായുള്ള ഉപഭോക്തൃ വില സൂചിക അടിസ്ഥാനമാക്കിയാണ് ജൂലൈ മുതലുള്ള DA വർധനവ് കണക്കിലാക്കുന്നത്. ഇതോടെ നിലവിലുള്ള 60% DA 63%ആയി ഉയർന്നേക്കും. CPI IWവിന്റെ 12 മാസത്തെ ശരാശരിയുടെ അടിസ്ഥാനത്തിലാണ് DA കണക്കാക്കുക. സർക്കാരിന്റെ വിജ്ഞാപനത്തിനും കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരത്തിനും ശേഷമായിരിക്കും ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നത്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലാണ് ജൂലൈയിലെ DA പ്രഖ്യാപിച്ചിരുന്നത്. ജനുവരി 1-നും ജൂലൈ 1-നും എന്നിങ്ങനെ വർഷത്തിൽ 2 തവണയാണ് DA പരിഷ്കരണം. ഏഴാം ശമ്പള കമ്മീഷന്റെ ശുപാർശകൾ അനുസരിച്ചായിരിക്കും നിലവിലെ DA. തൊഴിൽ ബ്യൂറോയുടെ കണക്കനുസരിച്ച് 2026 ജൂൺ മാസത്തിലെ AICPI സൂചിക 151.9 ഉയർന്നിട്ടുമുണ്ട്. മെയ് മാസം ഇത് 150.8 ആയിരുന്നു. ഈ സൂചികയിലെ വർധനവാണ് DA 3% കൂട്ടാൻ വഴിയൊരുക്കുന്നത്. 2026 ജൂലൈ 1 മുതൽ പ്രാബല്യത്തോടെയാണ് വർധനവ് നടപ്പിലാക്കുക. കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരത്തിന് ശേഷം സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ മാസങ്ങളിൽ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് വിവരം. നിലവിൽ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ശമ്പള വർധനവിന് ഇനിയും 1 വർഷം കൂടി കാത്തിരിക്കേണ്ടി വരുമെന്ന സൂചനയുമുണ്ട്. എന്നാൽ മുൻകാല പ്രാബല്യത്തോടെയാകും ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ കുടിശ്ശികയായി നഷ്ടപ്പെട്ട തുകയും ലഭിക്കും. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.